കൂടിയുണ്ട്. സിജോ, ഇടുക്കിയിലടക്കം KPCC നേതൃത്വത്തിന് കട്ടപ്പനയിലടക്കം വിമത ശല്യവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റെവിടങ്ങളിലെല്ലാം പ്രശ്നം നിലനിൽക്കുന്നു. ജിൽസി കൊച്ചി കോർപ്പറേഷനിലടക്കം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ UDF-നും LDF-നും എല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, നാമനിർദ്ദേശവും എല്ലാം പത്രികയെല്ലാം സമർപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് തലങ്ങളിലേക്ക് കൂടുതൽ വിഭാഗീയത അല്ലെങ്കിൽ വിമത നീക്കങ്ങളെല്ലാം തന്നെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏറ്റവും പ്രധാനമായും ആലുവ നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ലിസി എബ്രഹാം കോൺഗ്രസിന് വലിയൊരു ഭീഷണി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. കോതമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോതമംഗലത്ത് CPM-ന് വലിയൊരു തലവേദനയായി നിൽക്കുന്നത്. പല്ലാരിമംഗലം പഞ്ചായത്തിലെ CPM മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ OE അബ്ബാസ് വിമതനായി മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ചോറ്റാനിക്കര പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് നൽകിയിരുന്ന സീറ്റ് ലൈജു ആണ് അവിടുത്തെ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. പക്ഷേ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി ജോർജ് പത്രിക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള ഒരു വിമത ശല്യം നിലനിൽക്കുന്നുണ്ട്. രാമങ്കരി പഞ്ചായത്തിലെ 8 വാർഡുകളിലാണ് CPM-നെതിരെ മത്സരിക്കുന്നത്. 6 വാർഡുകളിൽ CPI സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ 2 വാർഡുകളിൽ സ്വതന്ത്രർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ നിലവിൽ കോൺഗ്രസ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ട്. UDF-ൽ വളരെ വൈകിയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയമെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ മുൻ കൗൺസിലർ നേതൃത്വത്തിൽ KC വേണുഗോപാൽ പക്ഷം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു നീക്കവുമാണ് നടക്കുന്നത്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഉൾപ്പെടെ സീറ്റ് നിഷേധത്തിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിലെ സംബന്ധിച്ച് നോക്കിയാൽ ജോർജ് ചാണ്ടി മിഷൻ ക്വാർട്ടേഴ്സ് വാർഡിൽ അതുപോലെ വിമതനായി മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊട്ടനവധി സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. എന്തായാലും വിമതരെ അനുനയിപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കമെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ജയപരാജയം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് മുന്നണികൾ നടത്തുന്നത്. വിമതരെ അനുനയിപ്പിച്ച് മാറ്റി നിർത്താനുള്ള അല്ലെങ്കിൽ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ഇപ്പോഴും തുടരുകയാണ്.